രാഹുൽ ഗാന്ധിക്ക് രണ്ടാം സീറ്റായ വയനാട്ടിലും ജയം. 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് വിജയം. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമെന്നാൽ രാഹുലിന് നേടാനായില്ല. ഇടത് സ്ഥാനാർത്ഥി ആനി രാജ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം ഉയർത്തുകയും ചെയ്തു. 59.69% വോട്ടുകൾ UDF നേടി. കഴിഞ്ഞ തവണ 64% രാഹുലിന്റെ വോട്ടിംഗ് ശതമാനം. ആനി രാജ 26.09% 2,83,023 വോട്ടുകൾ നേടി. NDA സ്ഥാനാർത്ഥിയായ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ 1,41,045 വോട്ടുകളും നേടി. 3 ജില്ലകളിലായി 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 2019 ഇത്തവണ 7% പോളിംഗ് കുറവായിരുന്നു. വിജയത്തിൽ കൽപ്പറ്റയിൽ ഉൾപ്പെടെ UDF ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി. LDF സ്ഥാനാർത്ഥി ആനി രാജ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചു. UDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ ഗാന്ധി അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. അദ്ദേഹം കഴിഞ്ഞ തവണ കാഴ്ചവെച്ച രീതിയിൽ അത്രത്തോളം എത്തിയിട്ടില്ല എങ്കിൽ പോലും ആ ഒരു രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്താകമാനം ഇന്ത്യ മുന്നണിക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്, അത് ഈ രാജ്യത്തെ ജനങ്ങൾ വർഗീയ ഫാസിസത്തിൻ്റെ അതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പല സംസ്ഥാനങ്ങളിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വിജയം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിലേക്കും വഴി തുറന്നേക്കും. ഒപ്പം മത്സരിച്ച റായ്ബറേലിയിലും വിജയം കണ്ടതോടെ വയനാട് സീറ്റ് രാഹുൽ ഒഴിയാനാണ് സാധ്യത. കൈരളി ന്യൂസ്, വയനാട്.